വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ സ്നാനം അഥവാ മാമോദീസയ്ക്ക് ശേഷം ചെയ്തുപോയ നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ യേശുവിനെ പോലെയാക്കും. അവിടുന്ന് നിന്നെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവനായി കാണാതിരിക്കുവാൻ വേണ്ടി നോമ്പിലെ വർജനവും സഹനവും അഥവാ വേദനയും ഏറ്റുവാങ്ങുക. കുമ്പിടിയിൽ കൂടി വി ഫോൾ ആൻഡ് വി റൈസ്. നാം പാപിയാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ മുമ്പിൽ താഴുക. അപ്പോൾ അവൻ നമ്മെ ഉയർത്തും. നോമ്പിലെ സന്ധ്യാനമസ്കാരത്തിൽ ഇപ്രകാരം ചൊല്ലുന്നു: 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവൻ അപ്പം കൊടുക്കുക, ഈശോസുതനെ പോൽ 7 വട്ടം പ്രാർത്ഥിക്കുക. നോമ്പ് നോൽക്കുന്നവൻ സദാനേരവും സ്വർഗത്തിലാകുന്നു. യേശു തൻ്റെ ഐഹിക ജീവിതത്തിൽ പിതാവാം ദൈവത്തോട് നിരന്തരം 7 വട്ടം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ കർത്താവിനോട് നാം പ്രാർത്ഥനയിലൂടെ എപ്പോഴും സംസർഗത്തിലായിരിക്കാം. തുടർന്ന് ആത്മീയവും ലൗകികവുമായ കാരുണ്യപ്രവൃത്തികൾ ചെയ്ത് വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഉപവാസം വഴി ദൈവത്തോട് ഒരുമിച്ച് വസിക്കാം. വചനം പറയുന്നു, നോമ്പ് നോൽക്കുന്നവൻ സദാനേരവും സ്വർഗത്തിലാകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്കും സ്വർഗത്തിലായിരിക്കാം. ആമീൻ.